ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നടന്ന ഒരു രാജാവായിരുന്നു ഹിസ്കിയാവ്. ആ രാജാവിൻ്റെ ജീവിതത്തിൽ മരണകരമായ ഒരു രോഗം പിടിപെടുവാൻ ഇടയായി തീർന്നു. ദൈവം തൻ്റെ പ്രവാചകനായ യെശയ്യാവിനെ രാജാവിൻ്റെ അടുത്തേക്ക് അയച്ച് ദൈവിക ദൂത് ആ പ്രവചന ശബ്ദം അറിയിച്ചപ്പോൾ, ആമേൻ, താൻ മരിച്ചു പോകും എന്ന് കേട്ടപ്പോൾ ആ ദൈവിക ദൂതിൻ്റെ മുൻപിൽ ദൈവത്തോട് താൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ പറയാണ്, അയ്യോ യഹോവേ, ആമേൻ, ദൈവത്തോട് യാചിക്കുകയാണ്. ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. തൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തോട് താൻ കാണിച്ച ആ വിശ്വസ്തതയോർത്തിട്ട് താൻ നടന്ന വഴികളെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ താൻ എങ്ങനെയായിരുന്നുവെന്ന് ദൈവത്തെ ഇവിടെ ഒന്ന് ഓർപ്പിച്ചുണർത്തുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതത്തെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം എപ്രകാരമായിരുന്നു, നമ്മുടെ പ്രാർത്ഥന എപ്രകാരമായിരുന്നു, ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം, നമ്മുടെ കാലിലെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകളൊക്കെ എങ്ങനെയായിരുന്നു? നാം ഏകാഗ്ര ഹൃദയത്തോടെയാണോ ദൈവത്തെ സേവിച്ചത്? വിശ്വസ്തയോടെയാണോ നാം ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചത്? നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലൊരു പ്രതികൂലം വരുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ ഹിസ്കിയ രാജാവ് പറയാണ്, ഞാൻ വിശ്വസ്തയോടെ, ഞാൻ ഏകാഗ്ര ഹൃദയത്തോടെ, ഞാൻ സത്യത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സേവിച്ചത്, നിൻ്റെ മുൻപാകെ നടന്നത്, അങ്ങേക്ക് ഇഷ്ടമുള്ളത് ചെയ്തത് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അങ്ങനെ പ്രാർത്ഥിച്ച രാജാവിന് വേണ്ടി ദൈവം അത്ഭുതം അവിടെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. നാം 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ വായിക്കുകയാണ്. ഇങ്ങനെ ആ 3 മുതലുള്ള വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി, വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത്, ആശേരാ പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഹിസ്കിയ രാജാവ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് നാം ഇവിടെ വായിക്കുന്നത്. സ്തോത്രം. അവിടെ പറയുകയാണ്, അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവന് മുൻപും പിൻപും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നു. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇത്രമാത്രം ദൈവത്തിനു വേണ്ടി ചെയ്ത, ഇത്രമാത്രം കർത്താവിനോട് പറ്റിയിരുന്ന, ഇത്രമാത്രം കർത്താവിനോട് ചേർന്നിരുന്ന ആ രാജാവിനാണിപ്പോൾ മരണകരമായ ഒരു രോഗം പിടിപെട്ടിരിക്കുന്നത്. തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ ആ വിഷയം കേട്ടപ്പോൾ
ദൈവത്തോട് പറയാണ്, കഴിഞ്ഞ കാലങ്ങളെ ഒന്ന് നോക്കിയിട്ട് പറയാണ്, കർത്താവെ ഞാൻ വിശ്വസ്തയോടെയാണ് ഇതൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത്. ആമേൻ. ദൈവജനത്തിന് വേണ്ടി ഞാൻ ഇതൊക്കെ വിശ്വസ്തയോടെയാണ് ചെയ്തത്. നിൻ്റെ മുൻപാകെ ഞാൻ ഏകാഗ്ര ഹൃദയത്തോടെയാണ് നടന്നത്. അത് നീ ഒന്ന് ഓർത്തിട്ട് എന്നെ ഈ വലിയ വിപത്തിൽ നിന്ന്, ഈ മരണകരമായ രോഗത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് പറയുവാൻ ചിലതുണ്ടായിരിക്കണം. ദൈവത്തെ ഓർപ്പിച്ചുണർത്തുവാൻ. ആമേൻ. ദൈവമേ, നിൻ്റെ സന്നിധിയിൽ ഞാൻ വിശ്വസ്തയോടെയാണ് നടന്നതെന്ന് പറയുവാനുള്ള ഒരു ചങ്കൂറ്റം നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നാം സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ 51 സങ്കീർത്തനത്തിൽ പറയുന്നു, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മനസ്സ് തകർന്നുള്ള ആമേൻ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോകുകയില്ല. സ്തോത്രം. മനസ്സ് തകർന്ന് ആ രാജാവ് അവിടെ പ്രാർത്ഥിച്ചപ്പോൾ രാജാവിന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. സ്തോത്രം. നാം സങ്കീർത്തനങ്ങൾ 107:6 വായിക്കുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവനവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. സ്തോത്രം. തൻ്റെ ഭക്തൻ്റെ കരച്ചിൽ കേട്ട ദൈവം, സ്തോത്രം, അവിടെ ഇറങ്ങി വന്നു. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജന്മേ, നമ്മുടെ കരച്ചിലിന് മുൻപിൽ അവൻ അടങ്ങിയിരിക്കുന്ന ദൈവമല്ല, കരയുന്നവരോടുകൂടെ കരയുന്ന ദൈവമാണ്. സങ്കടപ്പെടുന്നവരോടുകൂടെ സങ്കടപ്പെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സങ്കീർത്തനങ്ങൾ 107:20 പറയാണ്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മെ വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവം, നമ്മെ കരുതുവാൻ ശക്തനായ ഒരു ദൈവം, നമ്മെ മരണത്തിൽ നിന്ന് നീക്കുപോക്ക് തരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഹല്ലേലൂയ നാം സേവിക്കുന്നത്, നാം ആരാധിക്കുന്നത്. സ്തോത്രം. ഇവിടെ ഹിസ്കിയാവ് രാജാവ് ഹല്ലേലൂയ ദൈവത്തോട് പറയാണ്, ദൈവമേ, ഞാൻ വിശ്വസ്തയോടെ ഏകാഗ്ര ഹൃദയത്തോടെ സത്യത്തോടെ നിർമ്മലതയോടെ പൂർണ്ണ ഹൃദയത്തോടെ ആമേൻ പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ നിന്നെ സേവിച്ചത്, നിന്നെ ആരാധിച്ചത്. നിന്നെ ഹല്ലേലൂയ സത്യത്തോടെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് ഓർപ്പിച്ചുണർത്തിയ രാജാവിന് വേണ്ടി ദൈവം തൻ്റെ ഭക്തനെ അവിടേക്ക് മടക്കി അയച്ചു. സ്തോത്രം. അവിടെ ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തു. 15 സംവത്സരം തനിക്ക് വേണ്ടി ദൈവം നീട്ടിക്കൊടുത്തു. സ്തോത്രം. ആമേൻ. നാം നെഹമ്യാവിൻ്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ അവിടെ നെഹമ്യാവ് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് പറയുന്ന ആമേൻ കാര്യമുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം 13 അതിൻ്റെ 14 നാം ഇപ്രകാരം വായിക്കുന്നു. നെഹമ്യാവ് പറയാണ്, എൻ്റെ ദൈവമേ, ഇത് എനിക്കായി ഓർക്കണമേ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എൻ്റെ സൽപ്രവർത്തികളെ മായിച്ച് കളയരുതേ. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന സൽപ്രവർത്തികളെ അവിടുന്ന് മറന്നു കളയുന്ന ദൈവമല്ല. സ്തോത്രം. നമുക്ക് മറുപടി തന്ന് നമ്മെ മാനിച്ച് നമ്മുടെ രോഗത്തിന് സൗഖ്യം തന്ന് നമ്മുടെ വേദനയ്ക്ക് മാറ്റം തന്ന് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം തന്ന് നമ്മെ മാനിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവിടെ നെഹമ്യാവ് പിന്നെയും പറയാണ്, എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി ചെയ്യുന്നത്, നാം നമ്മുടെ ഹല്ലേലൂയ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, നാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, നാം ഉപവസിക്കുന്നത്, നാം കണ്ണുനീരൊഴുക്കുന്നതൊക്കെ കർത്താവ് കാണുന്നുണ്ട്. ആമേൻ. തക്ക സമയമാകുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക്, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം തന്ന് ആമേൻ ഹിസ്കിയാ രാജാവിനെ വിടുവിച്ചതുപോലെ, സ്തോത്രം, ദൈവം നമ്മെ വിടുവിക്കുവാൻ
ശക്തനായ ദൈവമാണ്. ഹാലേലുയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം സങ്കീർത്തനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നു, സ്തോത്രം, ദൈവം നമുക്ക്, ഹാലേലുയ, ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. സ്തോത്രം. ആമേൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഹാലേലുയ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമാകുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ളത് നമ്മുടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ മാത്രമാണ്. സ്തോത്രം. നാം മനുഷ്യനിൽ ആശ്രയിച്ചാൽ അത് വ്യർത്ഥമാണ്. പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചാൽ അത് വ്യർത്ഥമാണ്. നാം മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞാൽ അത് വ്യർത്ഥമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഹാലേലുയ, നാം കരയുകയാണെങ്കിൽ ദൈവത്തോട്, ഹാലേലു, ഹിസ്കിയാ രാജാവ് പറഞ്ഞതുപോലെ നാം പറയുകയാണെങ്കിൽ, സ്തോത്രം, ആമേൻ, വിശ്വസ്തയോടെ നാം നടന്നതെന്ന് ദൈവത്തെ ഒന്ന് ഓർപ്പിച്ചാൽ, ദൈവത്തോടൊന്ന് പറഞ്ഞാൽ, ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി അയച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നാം നിന്ദയ്ക്ക് പാത്രമായി പോകാതെ വണ്ണം നമ്മെ ഉയർത്തുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മെ സൗഖ്യമാക്കുന്ന, നമ്മെ ആരോഗ്യത്തോടെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. സ്തോത്രം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 6 നാം വായിക്കുന്നു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. സ്തോത്രം. ഹാലേലുയ. നമ്മുടെ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവമില്ല. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ, ഹാലേലുയ, അത്ഭുതത്തിൻ്റെ ദൈവമാണ്. ഇവിടെ പറയാണ്, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് സൗഖ്യം മാത്രം തരുന്ന ദൈവമല്ല, സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. രോഗസൗഖ്യം മക്കളുടെ അവകാശമാണ്. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ കർത്താവിൻ്റെ വചനം പറയുന്നു, അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം. ആ കർത്താവ് നമുക്ക് സൗഖ്യം തരുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി അവിടുന്ന് അടിയേറ്റ ദൈവമാണ്. നമുക്ക് വേണ്ടി കാൽവറിയുടെ ഉന്നതങ്ങളിന്മേൽ അവിടുന്ന് യാഗമായ, ആമേൻ, സ്വയം അർപ്പിച്ച കർത്താവാണ്. സ്തോത്രം. ആ വചനത്തിൻ്റെ ശക്തിയാൽ അവൻ നമ്മെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു എന്ന്, ആമേൻ, ഹിസ്കിയാ രാജാവ് പറഞ്ഞതുപോലെ നമുക്കും കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ വിശ്വസ്തയോടെ, ഞാൻ ഏകാഗ്ര ഹൃദയത്തോടെ, ഞാൻ സത്യത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ നിൻ്റെ മുൻപിൽ നടന്നത്, ആമേൻ, ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ ഉപവസിച്ചത് ഓർക്കണമെന്ന് പറയുമ്പോൾ അവിടുന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആരെങ്കിലും രോഗികളായിട്ട്, ആമേൻ, സ്തോത്രം, വേദന അനുഭവിക്കുന്നു എങ്കിൽ ആ കർത്താവിനോടൊന്ന് പറഞ്ഞേ, ഹൃദയമൊന്ന്, ഹാലിൽ, ദൈവസന്നിധിയിലൊന്ന് പകർന്നേ. ആ ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകളെ കണ്ട്, വേദനകളെ കണ്ട്, ആമേൻ, നിരാശകളെ അറിഞ്ഞ്, ആമേൻ, ദൈവം നമുക്ക് അത്ഭുതം ചെയ്തു തരും. ദൈവം നമ്മെ വിടുവിക്കും. ദൈവം നമ്മെ സൗഖ്യമാക്കും. അവൻ സൗഖ്യദായകനായ ദൈവമാണ്. സ്തോത്രം. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. ആ കരം നമ്മുടെ മേൽ വെച്ചാൽ നമുക്ക് വിടുതലുണ്ട്. ആ ആണിപ്പടിയുള്ള കരം നമ്മെ ഒന്ന് തലോടിയാൽ നമുക്ക് ആശ്വാസവും, ആമേൻ, സമാധാനവും ലഭിക്കാനിടയായിത്തീരും. അതുകൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ആ കർത്താവിനായി നമുക്ക് ജീവിക്കാം. ആ കർത്താവിന് വേണ്ടി നമുക്ക് പോകാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, അപ്പാ, ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. കർത്താവേ, വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ, വിടുവിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.